എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരളത്തിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 2025 കേരള PSC ചോദിച്ചിട്ടുള്ള കേരളം എന്ന ടോപ്പിക്കിൽ, കേരളത്തിനെ പറ്റിയുള്ള ടോപ്പിക്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ കവർ ചെയ്യുന്നതാണ്. ഇത് അവസാനത്തെ പാർട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ്? ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ്? ഏതാണ്? മുതിരപ്പുഴയാണ് ശരിയായിട്ടുള്ള ഉത്തരം. പള്ളിവാസൽ ഏത് വർഷമാണ് വന്നത്? 1940 പള്ളിവാസൽ എന്ത് ചെയ്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഏത് ജില്ലയാണ്? ഇടുക്കിയിലാണ്. എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ് പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏതാണ്? ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. അത് എവിടെയാണ്? തിരുവനന്തപുരമാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഏതാണ് കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം? വിഴിഞ്ഞം തുറമുഖമാണ്. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? ഏതാണ്? കുമ്പളങ്ങി ആണ്. ഏത് ജില്ലയിലെ? എറണാകുളം. ഓക്കെ, എറണാകുളത്തെ കുമ്പളങ്ങി ആണ് കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം എന്ന് പറയുന്നത്. ഏത്? 2003 എന്ത് പ്രഖ്യാപിച്ചത്? ഇത് മാതൃകാ മത്സ്യബന്ധന ഗ്രാമം എന്ന് പ്രഖ്യാപിച്ചത് 2003. ഇത് കുമ്പളങ്ങി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തെ കുറിച്ച് പരാമർശിക്കുന്ന ആരണ്യകം ഏതാണ്? കേരളത്തെ കുറിച്ച് പരാമർശിക്കുന്ന ആരണ്യകം ഏതാണ്? ഐതരേയ ആരണ്യകമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അതില് ചേരപാത എന്താണ്? ചേരപാത എന്ന ഭൂപ്രദേശത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ഇത് പിൽക്കാലത്ത് കേരളമായി മാറി എന്നാണ് പറയപ്പെടുന്നത്. ഏതാണ്? ചേരപാത. അപ്പം കേരളത്തെ കുറിച്ച് പരാമർശിക്കുന്ന ആരണ്യകം ഏതാണ്? ഐതരേയ ആരണ്യകം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളവയിൽ വെച്ച് കേരളത്തിലെ ഏറ്റവും വിസ്തൃതിയുള്ള കണ്ടൽ മേഖല ഏതാണ്? ഏതാണ്? താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും വിസ്തൃതിയുള്ള കണ്ടൽ മേഖല എവിടെയാണ്? കുഞ്ഞിമംഗലം ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എവിടെയാണ്? കുഞ്ഞിമംഗലം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് പണ്ട് ആരായിരുന്നു? സജി ചെറിയാൻ ആയിരുന്നു. ഇപ്പൊ ആരാണ്? PC വിഷ്ണുനാഥ്. ആരാണ്? PC വിഷ്ണുനാഥ് ആണ് ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി. ആരാണ്? PC വിഷ്ണുനാഥാണ് ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? നമ്മൾ കുറെ നേരമായി പറയുന്നത് ഏതാണ്? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ഓക്കെ, അപ്പൊ വേമ്പനാട്ട് കായലിന്റെ ഒരു പാർട്ടാണ് ഇത് പുന്നമട കായൽ. ഈ പുന്നമട കായലിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? ഏതാണ്? മലമുഴക്കി വേഴാമ്പലാണ്. എന്ത്? കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ ആണ് ആദ്യത്തെ വന്യജീവി സങ്കേതം. അപ്പം ഇത് പെരിയാർ എന്ന് പറഞ്ഞാൽ 1950 നിലവിൽ വന്നത്. പക്ഷെ ഇതിന് മുന്നേ എന്തായിരുന്നു? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. 1950 ഇത് പെരിയാർ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ഏതാണ്? കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ. അടുത്തത്, കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ഏതാണ്? മംഗളവനാണ് എന്ത്? കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. അടുത്ത ക്വസ്റ്റ്യൻ, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞു തിരുവനന്തപുരത്താണ് എന്ത്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. കേരള കായിക ദിനം എന്നാണ്? ഒക്ടോബർ 13 നമ്മൾ കേരളത്തിലെ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ആരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്? GV രാജ. ആരുടെയാണ്? GV രാജയുടെ ഓർമ്മയ്ക്കാണ് എന്ത്? കേരള കായിക ദിനം ഒക്ടോബർ 13 ആചരിക്കുന്നത്. ആധുനിക കായിക രംഗത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? GV രാജയാണ്. ഇനി ദേശീയ കായിക ദിനം എന്നാണ്? ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ആരുടെ ഓർമ്മയ്ക്കാണ്? മേജർ ധ്യാൻചന്ദിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29 ആചരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 29.
അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. എവിടെയാണ്? ഇടുക്കി. എവിടെയാണ്? ഇടുക്കി. ഏത് വർഷമാണ് കമ്മീഷൻ ചെയ്തത്? 1940 നിലവിൽ വന്നത്. പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ നിത്യഹരിത വനം ഏത് എന്നറിയപ്പെടുന്നത്? കേരളത്തിലെ നിത്യഹരിത വനം ഏതാണ്? സൈലന്റ് വാലിയാണ് കേരളത്തിലെ നിത്യഹരിത വനം. ഏതാണ്? സൈലന്റ് വാലി. കേരളത്തിന്റെ ഗവർണർ ആയ ആദ്യ മലയാളി ആരാണ്? ഏതാണ്? കേരളത്തിന്റെ ഗവർണർ ആയ ആദ്യ മലയാളി വി വിശ്വനാഥൻ ആണ്. വി വിശ്വനാഥൻ ആണ് കേരളത്തിന്റെ ഗവർണർ ആയ ആദ്യ മലയാളി. ആരാണ്? വി വിശ്വനാഥൻ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? ഏതാണ്? കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്ക് ആണ് കേരളത്തിലെ ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കോഴിക്കോടാണ്. ഏതാണ്? കോഴിക്കോടാണ് ആസ്ഥാനം. 1899 ഇത് നിലവിൽ വന്നത്. ഏതാണ് വർഷം? 1899 ഈ ഒരു ബാങ്ക് നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത ഏതാണ്? പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത ഏതാണ്? NH 544 എവിടെ തൊട്ടാണ്? തമിഴ്നാട്ടിലെ സേലം മുതൽ കേരളത്തിലെ കൊച്ചിയെ ബന്ധിപ്പിക്കുന്നതാണ് എന്ത്? NH 544. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? അതെല്ലാവർക്കും അറിയാവുന്നതാണ്. വയനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഇന്ത്യയിലെ ആദ്യ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? മലപ്പുറമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പം ഈ നേട്ടം കൈവരിച്ചത് ഏത് വർഷമാണ്? 2014 എന്ത്? മലപ്പുറത്തെ ആദ്യ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആരാണ്? കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആരാണ്? ജോൺ ജോസഫ് മർഫിയാണ് കേരളത്തിലെ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത്. അപ്പം ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് ഓക്കെ എന്ന് അറിയപ്പെടുന്നതും ആരാണ്? ജോൺ ജോസഫ് മർഫിയാണ്. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നതും ജോൺ ജോസഫ് മർഫി. ആരാണ്? ജോൺ ജോസഫ് മർഫി ആണ്. ഇയാൾ ഒരു അയർലൻഡുകാരനാണ്. ആര്? ഈ ജോൺ ജോസഫ് മർഫി ട്ടോ. എവിടെയാണ്? ഒരു അയർലൻഡുകാരനാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനമാണ്. കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന മംഗളവനമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം. അടുത്ത ക്വസ്റ്റ്യൻ, ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ്? ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏതാണ്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് എന്ത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം. അതിലാണ് സൈലന്റ് വാലി ഒക്കെ പെടുന്നത്. തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ തീരദേശം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറവ് ഏതാ? കോട്ടയമാണ് ഏറ്റവും കുറവ് തീരദേശം ഉള്ളത്. ഓക്കെ, കുറവാണ്. ഏറ്റവും കുറവ് തീരദേശം ഉള്ളത് കോട്ടയാണ്. ഏറ്റവും കൂടുതൽ കണ്ണൂരാണ്. ഇനി തീരെ ഇല്ലാത്തത് ഏതാണ്? ഇടുക്കി ഉണ്ട്. അതുപോലെ തന്നെ വയനാട്. വയനാട്ടിലാണ് തീരദേശമേ ഇല്ലാത്ത 2 ജില്ലകളാണ് ഇടുക്കി, വയനാട്. അപ്പം ഏറ്റവും കൂടുതൽ കണ്ണൂര്, ഏറ്റവും കുറവ് കോട്ടയം, തീരെ ഇല്ലാത്തത് ഇടുക്കി, വയനാട്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? എവിടെയാണ്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ആദ്യമായിട്ട് ഹെൽത്ത് ATM നിലവിൽ വന്നത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക.
വിഴിഞ്ഞം തുറമുഖം 2025 മെയ് 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു എന്നുള്ളത് തെറ്റാണ്. ആരാണ്? പിണറായി വിജയൻ. ഏത്? 2024 ജൂലൈ 12 എന്ത് വിഴിഞ്ഞം തുറമുഖം നമുക്ക് കേരളത്തിനായിട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. അത് ശരിയാണ്. വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യ മദർഷിപ്പ് ഷെൻഹുവ 15 ആയിരുന്നു. അതും ശരിയാണ്. വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് തെറ്റാണ്. തിരുവനന്തപുരം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം തെറ്റായ പ്രസ്താവനകൾ 1 ഉം 4 ഉം ആണ്. സോറി, ഇതിൽ ഓപ്ഷൻ ഇല്ല. തെറ്റായത് 1 ഉം 4 ഉം ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. ഓക്കെ, അപ്പം ഈ ഒരു കേരളം 2025 കേരള PSCയിൽ ചോദിച്ചിട്ടുള്ള കേരളം എന്ന ടോപ്പിക്കിലെ മുഴുവൻ ക്വസ്റ്റ്യൻസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഞാനിട്ട വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അഥവാ അത് മറ്റുള്ളവർക്കും കൂടി ഹെൽപ്പ് ആവും. ഓക്കെ, താങ്ക് യു.